പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷനായ കർത്താവെ, സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദോഷിച്ചു. യജമാനനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിൽ മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിൻ്റെ മകനെന്ന് അമ്മയോടും ഇതാ നിൻ്റെ മകനെന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എൻ്റെ പിതാവെ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്തുകൊണ്ട് ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പാപപരിഹാരത്തിനായി 3 ആണികൾ തറയ്ക്കപ്പെട്ട് മുൾക്കിരീടം ചേർത്തി കുന്തത്താൽ തുറക്കപ്പെട്ട ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ അനുദിനം ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങളെ കാൽവരി കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും കഴുകി ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ഈ സമയം കാൽവരി കുരിശിൻ ചുവട്ടിൽ നിന്ന് ഞങ്ങൾക്കായി അമ്മയെ തൻ്റെ തിരുക്കുമാറിൽ മധ്യസ്ഥ